ഡെലിവറി കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഒരു 5-6 കിലോ തന്നെ കുറയും. പ്ലാസന്റയും കുട്ടിയും പിന്നെ കുറെ ബ്ലഡ് ലോസ് ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരീരം നന്നായിട്ട് ക്ഷീണിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. പിന്നെ ഫീഡിങ് തുടങ്ങാണ്. അമ്മ കുട്ടിക്ക് പാല് കൊടുത്ത് തുടങ്ങുന്നതോട് കൂടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറേ ഹോർമോണൽ ചേഞ്ചസും ശരീരത്തിൽ നടക്കുന്നുണ്ടാവും. അപ്പം ഇങ്ങനത്തെ ഹോർമോണൽ ചേഞ്ചസും പെട്ടെന്നുണ്ടായ വെയിറ്റ് ലോസ്, രക്തക്ഷയം, ഇങ്ങനത്തെ ഒരുപാട് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ ഓൾറെഡി അവർക്കുണ്ട്. നമ്മളെ മാത്രം ആശ്രയിച്ച്, അമ്മയെ മാത്രം ആശ്രയിച്ചിട്ടാണ് ആ കുട്ടി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ കംഫർട്ടിനനുസരിച്ച് അമ്മയുടെ ജീവിത രീതികൾ മുഴുവൻ മാറുകയാണ്. അമ്മ ഉറങ്ങുന്നതും അമ്മ ഭക്ഷണം കഴിക്കുന്നതും എല്ലാ കാര്യങ്ങളും അൾട്ടിമേറ്റ്ലി കുട്ടിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. കുട്ടി ഉറങ്ങുമ്പോഴേ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. ഇനി അമ്മയ്ക്ക് ഉറങ്ങണം തോന്നിയാലും കുട്ടി ഉണർന്ന് കരഞ്ഞാൽ പാല് കൊടുക്കേണ്ടി വരും. അപ്പോൾ അമ്മയുടെ ഉറക്കം ഡിസ്റ്റർബ് ആവും. അങ്ങനെ വരുമ്പോൾ അതൊരു മെൻ്റൽ ബുദ്ധിമുട്ടിലേക്ക് മാറും. അങ്ങനെ പിന്നെ നമ്മൾ നോക്കിയറിയാം, ഡെലിവറി കഴിഞ്ഞ് 3 മാസം വരെയൊക്കെ റെസ്റ്റ് എടുക്കുമ്പം ഒരു റൂമിനകത്ത് അല്ലെങ്കിൽ മാക്സിമം ഒരു